ചലഞ്ച് ചെയ്യുവാണ്. ഏത് ക്ലയൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഡയറക്റ്റ് കൊണ്ടുവന്നിട്ട് ഞാൻ എൻ്റെ സൈറ്റ് കാണിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതിനേക്കാളും 101% നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതാണ് എൻ്റെ ഗ്യാരണ്ടി. മെയിനായിട്ട് നമ്മൾ ഏതൊരു വർക്കിനകത്ത് നോക്കുന്നത് ക്വാളിറ്റിയാണ്. എത്ര മെറ്റീരിയൽ കൊടുത്താലും വർക്കേഴ്സിൻ്റെ മെയിൻ ഒരു സംഭവമാണ്. നമ്മളിപ്പോൾ ഇനി സ്വർണം കൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞാലും ചെയ്യുന്നവൻ്റെ കഴിവുണ്ട് മെയിനായിട്ട്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു പണിയെടുക്കുമ്പോൾ ആ കൂടെ നിൽക്കുന്നവനും അതനുസരിച്ച് നിൽക്കുന്ന ഒരാളായിരിക്കണം. ഇപ്പം ഞാൻ പേയ്മെൻറ്റ് മേടിക്കാതെ പോയി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ഡിസൈൻ എടുപ്പിച്ചിട്ട് വേറെ വർക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് പക്ഷേ ആ വർക്ക് ഇട്ട് കറക്റ്റ് ആകത്തില്ല. കാരണം എൻ്റെ വർക്കിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. എൻ്റെ വർക്ക് ഈ പറയുന്ന കൂട്ടൊന്നുമല്ല, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്തു വരുമ്പം വേരിയേഷൻസ് വരും. അത് ക്ലയൻറ്റുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യും. ഫീസിൻ്റെ കാര്യം പറയുമ്പോഴത്തേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ആ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ചുമ്മാ പോയിട്ട് മെഷർ ടേപ്പ് എടുക്കുക, സ്റ്റോണിൻ്റെ അളവ് ഇത്ര, ഗ്രാസിൻ്റെ അളവ് ഇത്ര, അളവെടുത്തിട്ട് വരുമല്ല. ഓൾറെഡി അന്നേരം തന്നെ ഞാൻ ഫോട്ടോസും കാര്യങ്ങളും കാണിക്കും. സാറേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാം. സ്റ്റോൺ വിരിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇൻ്റർലോക്ക് ആയിരുന്നല്ലോ ഫസ്റ്റ് ടൈം. ഇൻ്റർലോക്ക് ഇട്ട് വരുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൽ കൂടെ ഈ പോച്ചകൾ കൂടുതൽ കയറും. അപ്പോൾ അങ്ങനെ മെയിൻ്റനൻസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ സ്റ്റോണിന് മെയിൻ്റനൻസ് ഇല്ല, ലൈഫ് ടൈമാണ്. എൻ്റെ വർക്കിനകത്ത് പറയാൻ എനിക്ക് ഇത്രയും ഗ്യാരണ്ടി ഉള്ളൂ, കൂടുതലൊന്നും എനിക്ക് പറയാനുണ്ട്. എൻ്റെ ക്ലയൻറ്റ് 101% ഹാപ്പി ആയിരിക്കും. കാരണം അതുപോലെ ഞാൻ പണിയെടുക്കും. എൻ്റെ കസ്റ്റമർ വ്യൂ നോക്കി വെച്ചാൽ മതി, ഞാൻ പണിയെടുക്കും പണിക്കാരുടെ കൂടെ. അതാണ് എൻ്റെ വിജയം. നമസ്കാരം, വെൽക്കം ടു ജാഗോ സ്പേസ്. ഇറ്റ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീടാണ്. ഇനിയിപ്പോൾ വീടാണെങ്കിലും ഓഫീസ് സ്പേസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണം എന്നാണ് നമ്മളെല്ലാവരുടെയും ആഗ്രഹം. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റം എടുത്ത് പറയുകയാണെങ്കിൽ മുറ്റത്ത് പല പല ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോൾ ഓട് വന്നു, ഇൻ്റർലോക്ക് വന്നു, ടൈലുകൾ വന്നു, പലതരത്തിലുള്ള. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് നല്ല സ്റ്റോൺ വർക്കുകൾ. മുറ്റത്ത് ലാൻഡ്സ്കേപ്പിങ്ങിൽ വരുന്ന സ്റ്റോൺ വർക്കുകൾ ഭയങ്കര മനോഹരമായിട്ട് ഈ സ്റ്റോൺ വർക്ക് ചെയ്ത് ഞെട്ടിച്ച ഒരു ടീമുണ്ട്. നമ്മുടെ എന്താ പറയുക, അതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ എന്തായാലും സ്റ്റോൺ ഗലേറിയ, എന്തായാലും നമ്മുടെ ഇൻസ്റ്റാ പേജൊക്കെ നോക്കിയാൽ കാണാം. ഇൻസ്റ്റയിൽ ഇത്ര അധികം ഫോളോവേഴ്സ് ഉള്ള സ്റ്റോൺ ഗലേറിയ എന്ന് പറഞ്ഞ പേജിൻ്റെ ഓണർ, ആ സ്ഥാപനത്തിൻ്റെ ഓണർ നമ്മുടെ സ്വന്തം വേണുചേട്ടൻ നമ്മളോട് കൂടെയുള്ളത്. നമസ്കാരം, വെൽക്കം ടു യുവർ ഷോ. ഇൻട്രോ പറയാൻ തന്നെ കുറേ സമയം എടുത്തു, കാരണം ഞാൻ എനിക്ക് മതിയാവുള്ള പറഞ്ഞിട്ട് അത്രയധികം പറയാനുണ്ട് നിങ്ങളെക്കുറിച്ച്. ഒരു കാര്യം ചോദിക്കട്ടെ, വരയ്ക്കുമായിരുന്ന ഇല്ല, സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇവരെങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡയറക്ഷൻ സ്കില്ല് വരുന്നത്? ഇത്രയും ഭംഗിയായിട്ടൊക്കെ എങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ പറ്റും? അടിപൊളിയായിട്ടാ, സന്തോഷം. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല, സന്തോഷം. ഇതെങ്ങനെയാണ് ഇതേപോലെ ഇത്രയും നല്ല മനോഹരമായിട്ട് ചെയ്യാൻ പറ്റിയത്? ഇത്ര ഫിനിഷിങ് വരുന്നത് എങ്ങനെയാണ്? നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ജോലി ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിലും അത് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പം നമുക്കത് കിട്ടുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതിനെ അതുപോലെ, ഇപ്പം ഞാൻ ഈ മേഖലയിലല്ലായിരുന്നു, ഞാൻ നേരത്തെ പല മേഖലകളിൽ വർക്ക് ചെയ്ത ആളാണ്. പക്ഷെ ആ ചെയ്യുന്നതിനകത്തെല്ലാം നമ്മൾ അതുപോലെ എന്തോ പറയുന്നത്, നല്ലപോലെ കഠിനാധ്വാനം ചെയ്ത് അതിനെ റിസൾട്ട് ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ കാര്യം. അതിപ്പോൾ ഒരു മെയിൻ കാര്യമാണ്. ആ റിസൾട്ടാണ് എൻ്റെ ആ ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടാണ് എനിക്കിപ്പം ഇതിനകത്തിലിപ്പം കൂടുതലായിട്ട് കിട്ടാറുള്ളത്. കാരണം കേരളത്തിന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം. ശരിക്കും പറഞ്ഞാൽ ഇപ്പം പല കോൺട്രാക്ടേഴ്സ് ഉണ്ട്, പലരും ചെയ്യുന്നുണ്ട് ഇത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്നതിൽ ഇപ്പം പലരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്തേക്കുന്ന ഓരോ വർക്ക് ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നോക്കുമ്പോൾ ഞെട്ടാണ്. 3D ആർട്ട് ചെയ്ത് വെച്ചേക്കുന്ന കൂട്ടാണ്, അത്രയും ഫിനിഷിങ് ഉണ്ട്, ഭയങ്കര രസമായിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് വരുന്ന ലൈറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഇതെല്ലാം നിങ്ങൾ തന്നെയാണോ ഡിസൈൻ ചെയ്യുന്നത്? യെസ്, നമ്മൾ ഒരു മെയിനായിട്ട് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു വീട് ചെയ്യുന്നു, അപ്പോൾ ഒരു 3D വരച്ചിട്ടോ അല്ലെങ്കിൽ 2D ചെയ്തിട്ടൊക്കെ ആയിരിക്കുമല്ലോ നമ്മളൊരു വീടിൻ്റെ വർക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ. എൻ്റെ വർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. ഞാൻ ഒരു സൈറ്റ് പോയി കാണും, ജസ്റ്റ് ക്ലയൻറ്റിൻ്റെ ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കും, എന്നിട്ട് നമുക്കത് അവരുടെ ആഗ്രഹങ്ങളെ ഇതാക്കിക്കൊണ്ട് നമ്മൾ അതിനെ വെച്ചുകൊണ്ട് തന്നെ നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരി. എൻ്റെ ഒരു വർക്കിൻ്റെ പ്രത്യേകത, എൻ്റെ ക്ലയൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അവർക്ക് തുടങ്ങുമ്പോൾ വലിയൊരു അഭിപ്രായങ്ങളും കാര്യങ്ങളും കാണും. അത് കഴിയുമ്പോൾ പിന്നെ അനങ്ങത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ വ്യത്യസ്തമായിട്ട് ഓരോ കോർണർ ടു കോർണർ ആണെന്നുണ്ടെങ്കിലും, ഒരു കെർവ് ആണെന്നുണ്ടെങ്കിലും, സ്റ്റോൺ ലേ ചെയ്യുന്ന രീതിയാണെന്നുണ്ടെങ്കിലും, ഒരു കോബിൾ സ്റ്റോൺ ബോർഡർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും, ഒരു പ്ലാന്റ് വെക്കുന്നതാണെന്നുണ്ടെങ്കിലും, ഓരോന്നും നമ്മൾ എൻ്റെ ഡയറക്ഷനിൽ നിന്നാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പം അത് കാരണം ഇപ്പോൾ എനിക്ക് സ്റ്റാഫുകളുണ്ട്, പക്ഷേ സ്റ്റാഫുകളുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ പോയി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത് ഓരോ സൈറ്റുകളിലും നമ്മൾ ചെയ്യും. ഓക്കെ. ഇപ്പോൾ ഓൾ കേരള ഓടി നടന്നപ്പോൾ ഓക്കെ ഉണ്ട്, കേരളത്തിൻ്റെ പുറത്തേക്ക് ഇപ്പോൾ നമ്മുടെ സർവീസുകൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ഓൾ കേരള വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിൽ കാണാവുന്ന ആ ഒരു വർക്ക് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ, വേറെ ആളെ ഏൽപ്പിച്ചിട്ട് വരുന്ന പരിപാടി ഇല്ല. ഇപ്പം പല ആൾക്കാരും, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം പല ആൾക്കാരും
ഇപ്പം സ്ഥിരമായിട്ട് ഈ വർക്ക് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത്. ഞാൻ 15 വർഷമായി ഈ ഫീൽഡ് തുടങ്ങിയിട്ട്. അപ്പോൾ ഈ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഫസ്റ്റ് ഇൻ്റർലോക്കിൽ സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് സ്റ്റോണിൽ സ്റ്റാർട്ട് ചെയ്തു, അത് കോമൺ ആയിട്ട് ചെയ്തു പോയി. പക്ഷേ ഇപ്പം വ്യത്യസ്തമായിട്ട് നമ്മൾ ഓരോ എങ്ങനെ ഏറ്റവും ഭംഗിയാക്കി എടുക്കാം. കാരണം ഇപ്പോൾ ഇൻറ്റീരിയറിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഔട്ട്ഡോർ വർക്കുകൾ. വീടിന് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വർക്കേഴ്സ് അതുപോലെ എക്സ്പീരിയൻസ് ആൾക്കാരാണ്. പെട്ടെന്ന് ഞാൻ വിളിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരല്ല, എൻ്റെ കൂടെ അതുപോലെ നിന്ന് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. ഞാൻ വേണിച്ചാറിനെ കുറിച്ച് അറിയുന്നത് ആക്ടർ ബിബിൻ ജോർജിൻ്റെ വീട്ടിൽ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടായിരുന്നു. ഞങ്ങളുടെ കണ്ണിൽ വന്നത് അവിടുത്തെ ആ മുറ്റമാണ്. കാരണം ഭയങ്കര രസം. കാരണം നമുക്ക് അവിടെ ചുമ്മാ ഇരിക്കാൻ തോന്നും. അത് ഞാൻ ബിബിനോട് ചോദിച്ചത് ആരടാ ഇത് ഇത്ര രസമായിട്ട് ചെയ്തേക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്താണ് ടിനിയേട്ടൻ പരിചയപ്പെടുന്നത്. അപ്പോഴാണ് ടിനിയേട്ടൻ്റെ വീട്ടിൽ നിങ്ങൾ തന്നെ ചെയ്തതെന്ന് മനസ്സിലായത്. ഈ കണക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് വന്നത്? ഞാൻ മുകേഷ് ഏട്ടൻ്റെ വീട് ചെയ്യുന്നത് ഞാനാണ്, കൊല്ലത്തേത്. അപ്പോൾ ആ ബേസിലൊന്നും അല്ല. ടിനിച്ചേട്ടൻ എൻ്റെ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് അപ്രതീക്ഷിതമായിട്ട് വിളിച്ചതാണ്. അപ്പോൾ ഉദ്ഘാടനത്തിന് വന്നു. അപ്പം ഒരു ദിവസം റൂം എടുത്തല്ലോ. ടിനിച്ചേട്ടൻ റൂം എടുത്തു കഴിഞ്ഞിട്ട് ഞാനുമായിട്ട് നല്ലപോലെ അങ്ങ് കമ്പനിയായി. അപ്പോൾ ഞങ്ങൾ നല്ല ഇതായി. അപ്പോൾ ടിനിച്ചേട്ടൻ്റെ ഒരു വർക്ക് ഞാൻ ഫസ്റ്റ് ഒരു വർക്ക്, നമ്മുടെ വർക്കുകൾ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള സാധനം കണ്ടാലേ നമുക്കത് ആ വർക്ക് കഴിയുമ്പോൾ ആ ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ടിനിച്ചേട്ടൻ്റെ ഒരു വർക്ക് ഞാൻ ഫസ്റ്റ് കാണിച്ചു. ടിനിച്ചേട്ടൻ ഇത് എങ്ങനെയുണ്ട് ഇത്? അപ്പോൾ ഒരു പ്ലെയിൻ കിടക്കുന്നൊരു സ്ഥലം, ഈ സ്ഥലത്തിനകത്ത്. അപ്പോൾ അത് കാണിച്ചിട്ട് ഞാൻ ടിനിച്ചേട്ടൻ പറഞ്ഞു, എന്ത് നീ ചെയ്തേക്കുന്നത്, എന്ത് ഇതിനകത്ത് വേറെ കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ സെക്കൻഡ് ഈ വർക്കിൻ്റെ ഫിനിഷിങ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഫിനിഷിങ് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ടിനിച്ചേട്ടൻ പറഞ്ഞു, ഈ ഉദ്ഘാടനത്തിന് പോകാൻ ടൈം നിൽക്കുക, 1/2 മണിക്കൂറേ ഉള്ളൂ, ടിനിച്ചേട്ടൻ ഈ സൈറ്റ് കാണണം. എന്നോട് പറഞ്ഞാൽ പല പരിപാടിക്കും ഞാൻ പോയിട്ടുണ്ട്, ഞാനൊന്നും തിരക്കാതെ ചിലപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ആയിരിക്കും. അപ്പം എനിക്ക് ഈ വർക്ക് നിൻ്റെ കാണണം. അവിടുന്ന് ദൈവം സഹായിച്ചാൽ എന്തോ ആ വർക്ക് കാണാൻ വേണ്ടി അവിടുന്ന് 1/2 മണിക്കൂറേ ഉള്ളൂ. ആ ഉദ്ഘാടന സമയത്തിൻ്റെ ഇടയ്ക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ ടിനിച്ചേട്ടൻ എന്നെ ആ സൈറ്റിൽ കൊണ്ടുപോയി. അപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ചപ്പോൾ തന്നെ ടിനിച്ചേട്ടൻ പറഞ്ഞു, ഇത് നീ ചെയ്തൊന്നും അല്ല, ഇത് 3D നീ എന്നെ കളിപ്പിക്കുമൊന്നും വേണ്ട കേട്ടോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ടിനിച്ചേട്ടൻ വായൻ്റെ കൂടെ കൊണ്ട് കാണിച്ചു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കാണിച്ചില്ലായിരുന്നു, ഞാൻ മുമ്പേ ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് അവിടെ വന്നിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് ഫസ്റ്റ് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, എനിക്ക് ടിനിച്ചേട്ടൻ അവിടെ ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഫസ്റ്റ് വർക്ക്, എൻ്റെ വീടിൻ്റെ വർക്ക് കുറച്ച് ഏരിയ ഉള്ളൂ, പക്ഷെ അത് വേണുവിനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും, ഇപ്പോൾ വർക്ക് കൊടുത്തിരിക്കുന്നു എന്ന്. ആ ഒരു അംഗീകാരം എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അതിലുപരി എന്ന് പറഞ്ഞാൽ ടിനിച്ചേട്ടൻ എന്താ പറയുന്നത്, എൻ്റെ ഒരു ബ്രദറിനേക്കാളും ഇതാണ്. കാരണം എന്ന് വെച്ചാൽ എന്ത് കാര്യമുണ്ടല്ലോ എന്നെ വിളിച്ച് നമ്മളൊരു പോസ്റ്റർ ചെയ്തു, അതിനകത്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, കറക്റ്റ് എന്നെ സെക്കൻഡ് വെച്ച് തിരിച്ചു വിളിക്കും. എടാ ഇതുപോലെ നീ എന്തോ കാണിച്ചത്, അത് ഈ മിസ്റ്റേക്കില്ല. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റയൊക്കെ ചെയ്യുന്നത് വേറെ ആൾക്കാരാണ്. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കറക്റ്റ് നോട്ട് ചെയ്തിട്ട് അത് കറക്റ്റ് എന്നെ വിളിച്ചിട്ട് ഒരു ബ്രദറിനേക്കാളും ഇതായിട്ടുള്ള രീതി എന്നോട് പറയും. ഭയങ്കര സപ്പോർട്ടിങ് എനിക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു വർക്ക് ചെയ്ത് ഒരു വീട്ടിൽ നിന്ന് വർക്ക് ചെയ്ത് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ അടുത്ത വർക്ക് ഇവിടെ നിന്ന് തന്നെ വരുന്നു. എൻ്റെ വർക്കിനകത്ത് പറയാൻ എനിക്ക് ഇത്രയും ഗ്യാരണ്ടി ഉള്ളൂ, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഒരു ക്ലയൻറ്റ് പോലും സാധാരണ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മുഖം കാണും, ഒരു ചിരിച്ച മുഖം, ഒരു ഭംഗിയും കാണും. തീരുമ്പോൾ ആ മുഖങ്ങളെല്ലാം മാറിയിട്ട് വേറൊരു രീതിയിലോട്ടാവും ആൾക്കാർ. തുടങ്ങുന്നത് വേറെ, തീരുന്നത് വേറെ. ആ തീരാൻ നേരത്ത് എല്ലാം അലങ്കോലപ്പെട്ട് പ്രശ്നങ്ങളായിട്ട് വരത്തുള്ളൂ. എൻ്റെ ക്ലയൻറ്റ് 101% ഹാപ്പി ആയിരിക്കും. കാരണം അതുപോലെ ഞാൻ പണിയെടുക്കും. ഞാൻ എൻ്റെ കസ്റ്റമർ റിവ്യൂ നോക്കി വെച്ചാൽ മതി, ഞാൻ പണിയെടുക്കും പണിക്കാരുടെ. അതാണ് എൻ്റെ വിജയം. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ആരും നെഗറ്റീവ് അടിക്കണ്ട. ഇദ്ദേഹത്തിന് നമ്മളൊരു വർക്കിന് വേണ്ടി ഒന്ന് കിട്ടണമെങ്കിൽ നമ്മുടെ സൈറ്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഇദ്ദേഹത്തിന് ഫീസ് കൊടുക്കണം. അല്ലാണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വാല്യൂ ഉണ്ട്. വെറുതെ അനാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വിളിക്കാനില്ല. ആവശ്യമുള്ളവരാണ് ഇദ്ദേഹത്തിന് വിളിക്കുക. കാരണം ഇദ്ദേഹത്തിന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടും പരിസരവും വൃത്തിയാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഫീസ് കൊടുത്താലും കുഴപ്പമില്ല. അല്ല ഏട്ടാ, ഫീസിൻ്റെ കാര്യം പറയുമ്പോഴത്തേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഞാനൊരു ഇതായിട്ടല്ല പറയുന്നത്. ഫീസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ആ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ചുമ്മാ പോയിട്ട് മെഷർ ടേപ്പ് എടുക്കുക, സ്റ്റോണിൻ്റെ അളവ് ഇത്ര, ഗ്രാസിൻ്റെ അളവ് ഇത്ര, ഇത്ര ഇങ്ങനെ അളവെടുത്തിട്ട് വരുമല്ല. ക്ലയൻറ്റിനെ കറക്റ്റ് വിളിച്ചു നോക്കിക്കോട്ടെ. ആ സൈറ്റ് കണ്ടു കഴിയുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ വരും, എനിക്ക് ഇന്നത് ചെയ്താൽ കൊള്ളാം. ക്ലയൻറ്റുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെയും കൂടെ കോൺമെൻ്റ് എടുത്തുകൊണ്ട് അവരുടെ ഒരു സംഭവം ഉണ്ടല്ലോ, എനിക്ക് ഇത്ര പാർക്കിംഗ് വേണം, ഇത്ര ഇത് വേണം, ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് ഓൾറെഡി അന്നേരം തന്നെ ഞാൻ ഫോട്ടോസും കാര്യങ്ങളും കാണിക്കും. സാറേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാം, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ പോരുന്നത്. അല്ലാതെ ഞാനൊരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ പോയി ടേപ്പ് എടുക്കുക, മെഷർ ചെയ്യുക, അങ്ങനെയുള്ളൊരു
നമുക്ക് അവിടെ വെച്ച് ഉറപ്പിക്കും ഇതാണ് നമ്മൾ ചെയ്യാൻ ക്ലിയർ ആയിട്ട് പറയും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ കൂടെ എന്നെ വിളിച്ചിട്ട് ഇപ്പം ഞാൻ പേയ്മെൻറ്റ് മേടിക്കാതെ പോയി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ഡിസൈൻ എടുപ്പിച്ചിട്ട് വേറെ വർക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് പക്ഷേ ആ വർക്കൗട്ട് കറക്റ്റ് ആകത്തില്ല. കാരണം എൻ്റെ വർക്കിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. എൻ്റെ വർക്ക് ഈ പറയുന്ന കൂട്ടൊന്നുമല്ല, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്തു വരുമ്പം വേരിയേഷൻസ് വരും. അത് ക്ലയൻറ്റുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യും. സാറേ ഇങ്ങനെ നമുക്ക് ചെയ്താൽ കൊള്ളാമല്ലോ. അപ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് മനസ്സിലാവും, ക്ലയൻറ്റിന് മനസ്സിലാവും. സാറേ ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം, ഇന്നോടത്ത് നമുക്ക് ഇന്നത് ആഡ് ചെയ്യാം, ഈ ഇന്നോടത്ത് ലൈറ്റ് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു വർക്കിനെ അത്രയും റിസൾട്ടാക്കി എടുക്കുന്നത്. ഓക്കെ, അടിപൊളി. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഞാനൊരു കമൻറ്റിലൊക്കെ കണ്ടതാണ്, ഇദ്ദേഹത്തിന് വിളിച്ചപ്പോൾ ഞാൻ ചെയ്യാതിരുന്നത് ഇത്ര രൂപയാവുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇദ്ദേഹം വന്ന് ഞങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത്രയൊന്നും വേണ്ട, അതിനെക്കാട്ടി പകുതി പൈസയ്ക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായത്. ഇറങ്ങിച്ചെന്നാലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും എന്നൊക്കെ പറയുന്നത്. കസ്റ്റമറുടെ കംഫർട്ട് അനുസരിച്ചിട്ട് നമ്മൾ എല്ലാം കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും കസ്റ്റമൈസ് ചെയ്യുന്നതായിട്ട് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഏതൊരു വർക്കിനകത്ത് നോക്കുന്നത് ക്വാളിറ്റിയാണ്. ഇപ്പം നമുക്കിപ്പോൾ ഒരു ചെറിയൊരു സൈറ്റ് വന്നു, നിസ്സാരം പറയും ഒരു 500 സ്ക്വയർ ഫീറ്റ് 500 സ്ക്വയർ ഫീറ്റ് ഒരു ഏരിയ തന്നു, അല്ലെങ്കിൽ ഒരു 10,000 രൂപയുടെ വർക്ക് വന്നു. ആ 10,000 രൂപയുടെ വർക്ക് നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ളൊരു മെയിൻ. അപ്പോൾ അതിനകത്തിൽ നമുക്കൊരു കോംപ്രമൈസ് ഇല്ല. വർക്കിനകത്ത് ഇപ്പം ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനകത്തോ ഇത് എത്ര മെറ്റീരിയൽ കൊടുത്താലും വർക്കേഴ്സിൻ്റെ മെയിൻ ഒരു സംഭവമാണ്. നമ്മളിപ്പോൾ ഇനി സ്വർണം കൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞാലും ചെയ്യുന്നവൻ്റെ കഴിവുണ്ട് മെയിനായിട്ട്. തീർച്ചയായിട്ടും ആ കഴിവാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എന്നെക്കാളും കൂടുതൽ പറയുന്നത് എൻ്റെ ജോലിക്കാരെ കുറിച്ചാണ് പറയുന്നത്. അത് നമുക്ക് മെയിൻ ഒരു കാര്യമല്ലേ. നമ്മൾ ചെയ്യുന്നൊരു പണിയെടുക്കുമ്പോൾ ആ കൂടെ നിൽക്കുന്നവനും അതനുസരിച്ച് നിൽക്കുന്ന ഒരാളായിരിക്കണം. അപ്പോൾ അങ്ങനെ എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും എൻ്റെ സ്റ്റാഫ് എൻ്റെ ഒരു മെയിൻ ഘടകമാണ് എൻ്റെ വർക്കിൻ്റെ. അതാണ് നമ്മുടെ വലിയൊരു വിജയം. നമ്മൾ മാത്രമായിട്ടൊന്നും പറഞ്ഞു കൊടുത്ത് ഒരു കാര്യം ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകൾ അതുപോലെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളൊരു സാധനം ഇങ്ങനെ ഒരു വേ നമ്മൾ കാണിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ അത് സ്ട്രൈറ്റ് കൊടുക്കുന്നതിന് വരെ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് ചെയ്യാൻ എൻ്റെ മൈൻഡ് അവനറിയാം. അപ്പോൾ അവനത് ഗ്രാസ്പ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് ചെയ്തെടുക്കും. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഈ സ്റ്റോൺസ് എല്ലാം ഇതിൽ പല പല ക്വാളിറ്റീസ് ഉണ്ടല്ലോ, ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത് ശരിക്കും? സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റോണുകൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. കൂടുതലും ബാംഗ്ലൂർ ബേസ് ചെയ്താണ് വരുന്നത്. ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. ആ സ്റ്റോണിന്റെ പേര് എന്താ പറയുക? ബാംഗ്ലൂർ സ്റ്റോൺ എന്ന് പറയുന്ന സാധനമാണ്. ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഓരോ മടകളിൽ നിന്ന് വരുന്ന സ്റ്റോൺസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്തിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഈ ചിപ്പ് കല്ല് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഈ ഗ്രൈൻസ് കൂടുതൽ വരുന്ന കല്ലുകളെ വൈറ്റ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റോൺസ്. ഏറ്റവും ക്വാളിറ്റി ഏറ്റവും റേറ്റ് ഉള്ളത് ഏതിനാണ്? ക്വാളിറ്റി ഇതിന്റെ കട്ടിങ്ങിനകത്ത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ ഫുൾ കട്ട്, ഹാഫ് കട്ട്, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ നല്ല സ്റ്റോൺ കിട്ടുന്നുണ്ട്. ഇവിടെയുണ്ടോ കേരളത്തിൽ? പാലക്കാട് കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ അമ്പലങ്ങളൊക്കെ ചെയ്യുന്ന സ്റ്റോണുകൾ കൂടുതൽ വരുന്ന ബ്ലാക്ക് നല്ല കല്ലാണ്. റേറ്റ് കോസ്റ്റ് ബേസിച്ചിട്ട് കൂടുതലാണ്. നല്ല ക്വാളിറ്റിയുള്ള കല്ലുകൾ കേരളത്തിൽ നിന്ന് ഒറ്റയിടത്തേ ഉള്ളൂ. കേരളത്തിൽ കട്ട് ചെയ്യുന്നവരുടെ മാത്രമേ ഉള്ളൂ എൻ്റെ ഇത്. ശരി, നല്ല കല്ലാണ്. ആ സ്റ്റോൺ എന്താ പറയാ? അത് പാലക്കാട് സ്റ്റോൺ എന്നാ പറയുന്നത്. പാലക്കാട് ബ്ലാക്ക്. നമ്മുടെ അമ്പലങ്ങളൊക്കെ ചെയ്യുന്ന കൂടുതലും സ്റ്റോൺസുകൾ ട്രഡീഷണൽ ആയിട്ടുള്ള ബ്ലാക്ക് ആയിരിക്കും. ബ്ലാക്ക്. അപ്പൊ അങ്ങനെ വരുന്നു. അത് ഇവിടുന്ന് പുറത്തേക്കും കയറ്റി വിടുന്നുണ്ടോ? പോകുന്നുണ്ട്. ഇപ്പം കവടിയാറ് ഇവിടെ ഇപ്പം ട്രിവാൻഡ്രത്തൊക്കെ മെയിൻ അമ്പലങ്ങൾ കൂടുതലായിട്ടും പോകുന്നത് തമിഴ്നാട്ടിലാണ് പോകുന്നത്. ഈ സ്റ്റോൺ തമിഴ്നാട്ടിൽ കൂടുതൽ ഈ അമ്പലങ്ങൾ ചെയ്യാൻ വേണ്ടി കൂടുതൽ ഉപയോഗിക്കുന്നത്. ബാംഗ്ലൂർ സ്റ്റോൺ തന്നെ ഒത്തിരി ടൈപ്പ് ഉണ്ട്. റെഡ് മൾട്ടി എന്ന് പറഞ്ഞ സ്റ്റോണുകളെ, SYT, അങ്ങനെ കുറേ ഐറ്റം സ്റ്റോണുകളും ഉണ്ട്. നമ്മൾ അതിനേക്കാളും കുറഞ്ഞ സ്റ്റോണുകളും ധാരാളം ഉണ്ട്. അതിലേക്ക് ഞാൻ വരുന്നത് കാരണം എന്തിൻ്റെയും ഒരു ലോ ക്വാളിറ്റി ഐറ്റംസ് ഉണ്ടാവുമല്ലോ. കാരണം ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെടുന്നത് അവിടെയാണ്. കാരണം റേറ്റ് ഭയങ്കര കുറവാണല്ലോ എന്ന് പറഞ്ഞിട്ട് എടുത്തിടുകയും പിന്നെ അതിൻ്റെ മെയിൻ്റെനൻസും പരിപാടികളും ഇതൊക്കെ ആയിട്ട് വരുമ്പോഴാണ് അറിയുക ഇത് അങ്ങനെ ഒത്തിരി പേർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ തിരിച്ചറിയാം? അത് തിരിച്ചറിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോണിനകത്ത് എന്ന് പറയുമ്പം ഈ ലൈൻസ് ഒന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ ക്ലയൻറ്റിനോട് പറഞ്ഞ് കറക്റ്റ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണ്. ഇതിനകത്തിൽ ഇപ്പം ഈ കടപ്പ സ്റ്റോൺ എന്ന് പറഞ്ഞ സ്റ്റോൺ ഉണ്ട്. പിന്നെ താന്തൂർ എന്ന് പറഞ്ഞ കല്ലുണ്ട്. കടപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇതാകുന്ന സാധനമാണ്, വളരെ സോഫ്റ്റാണ്. ഇപ്പം നമ്മുടെ വെട്ടുകല്ല്, കരിങ്കല്ല് എന്ന് പറഞ്ഞ കൂട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോണുകളുണ്ട്. അപ്പോൾ പാർട്ടികൾ ഓർക്കും, ഇപ്പോൾ ക്ലയൻറ്റ് മെയിനായിട്ട് ഓർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോണല്ലേ, എല്ലാ സ്റ്റോണല്ലേ എന്ന് വിചാരിക്കും. അതല്ല. ഈ താന്തൂർ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ലെയറാണ്, ഓരോ ലെയറാണ്. അത് ഫ്യൂച്ചറിലേക്ക് കിടക്കും തോറും കംപ്ലൈൻ്റ് ആയിട്ട് വരും, വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഈ ശരിക്കും ഇപ്പം നമ്മുടെ മുറ്റത്ത് ഇപ്പോൾ ഒരു സ്റ്റോൺ ഈ കല്ല് വിരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടുടമസ്ഥന് അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥന് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റോൺ വിരിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇൻ്റർലോക്ക് ആയിരുന്നല്ലോ ഫസ്റ്റ് ടൈം. ഇൻ്റർലോക്ക് ഇട്ട് വരുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൽ കൂടെ
ഈ പോച്ചകൾ കൂടുതൽ കയറും. ഓക്കെ. പിന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്ന ക്ലയൻസ് എനിക്ക് തോന്നുന്നൊരു 90% ആൾക്കാരും വെളിയിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ മുറ്റത്ത് പോച്ച കളിക്കുന്നു, അപ്പോൾ ആ പോച്ച മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എനിക്കറിയാവുന്ന പല ആൾക്കാരും ഉണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, വീടിൻ്റെ മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് ചെയ്തു പോകാൻ പറ്റാത്തതുകൊണ്ട്. ഇപ്പോൾ പത്തനംതിട്ടയുള്ള ആൾക്കാർ കൊച്ചി ഫ്ലാറ്റ് എടുത്തിട്ട് അവധിക്ക് വന്ന് അവിടെ താമസിച്ചിട്ട് വീട്ടിൽ പോകത്തില്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നേരത്തെ ആയിരുന്നു. ഇപ്പം അങ്ങനെ മെയിൻ്റനൻസിൻ്റെ ഒരു മെയിൻ പ്രശ്നമുണ്ട്. ഈ സ്റ്റോണിന് മെയിൻ്റനൻസ് ഇല്ല, ലൈഫ് ടൈമാണ്. പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ചെയ്യണം, പിന്നെ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ നമ്മൾ എന്ത് സാധനം കൊണ്ടിട്ടെന്ന് പറഞ്ഞാലും സ്റ്റോണിനകത്ത് ഇപ്പോൾ പല ക്ലൈൻറ്റും ചോദിക്കും പായൽ പിടിക്കുമെന്ന് ചോദിക്കും. കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് പായൽ 100% പിടിക്കും. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ ഒരു 4-5 മാസം കൂടി ഇരിക്കാതെ വാഷ് ചെയ്ത് കൊടുക്കാമെന്ന് നോക്കും. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു സംഭവം പണ്ട് പോലെ ചെയ്യുന്നുണ്ട്. ഞാൻ ക്ലീനിങ് ഇപ്പം ഞാനിപ്പം എൻ്റെ സൈറ്റുകളെല്ലാം ഞാനിപ്പം 5 മാസം 4 മാസം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. അതാണ് എൻ്റെ വിജയം. അതായത് എനിക്കിപ്പോൾ ഇത്രയും വർക്കുകൾ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാരണം നല്ലപോലെ വർക്കുകൾ കേരളത്തിന് വെളിയിലും ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ ഒരു ക്ലയൻറ്റിൻ്റെ വീട്ടിൽ ചെയ്തു, അത് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടു, അടുത്തത് പറയും. അങ്ങനെയാണ് നമ്മളൊരു വർക്ക് പോലും ഒരു അടുത്ത് പോലും ചോദിച്ചു ചെല്ലുമോ, എത്ര വലിയ വീടാണെന്നുണ്ടെങ്കിലും ഞാൻ ചോദിച്ചു ചെല്ലത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം എനിക്ക് അതുപോലുള്ള വർക്കുകൾ ക്ലയൻറ്റ് എനിക്ക് അതുപോലെ സപ്പോർട്ടിങ് ആണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വിജയം. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ഒരു ഇത് വരുന്നത്. അപ്പം നമ്മളൊരു ഇപ്പം മെയിൻ്റനൻസ് എന്ന് പറഞ്ഞൊരു സാധനം എവിടെ ആയാലും ചേട്ടൻ അറിയാമല്ലോ. ഇപ്പം വീടുകൾ ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാം ഫോളോ അപ്പിംഗ് ഇല്ല. എല്ലാം ചെയ്തു, പേയ്മെൻറ്റ് മേടിച്ചു, പോയി. നമ്മുടേതല്ല, നമുക്ക് നാളെ അവരെ വേണം. അപ്പോൾ എന്നെ വിളിക്കും. എന്നെ 15 വർഷം മുമ്പേ ഉള്ള ഇൻ്റർലോക്ക് 15 വർഷം മുമ്പേ ചെയ്ത് ഇൻ്റർലോക്ക് മാറ്റിയിട്ട് സ്റ്റോൺ ഇടാൻ എന്നെയാണ് വിളിക്കുന്നത്. അത്രയ്ക്കും ഇത് 15 വർഷം മുമ്പേ നമ്പർ കിട്ടാഞ്ഞിട്ട് എന്തൊക്കെ കഷ്ടപ്പെട്ട് മേടിച്ച് വിളിക്കുന്ന ആൾക്കാരാണെന്നറിയോ എന്നെ. അപ്പോൾ അത് വേണു തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഒരു മെയിൻ്റനൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാം പ്രോപ്പറായിട്ട് നമ്മളത് ചെയ്യും. ഓക്കെ. ഈ ഞാനൊരു ഇത് കേട്ടെ, ഇപ്പം ഇങ്ങനത്തെ കുറേ മൊമെൻറ്റ്സ് കണ്ടിട്ടുണ്ടാവുന്നതുകൊണ്ട് അറിയാം. ചിലർ ഇപ്പോൾ വിദേശത്തായിരിക്കും, പല സ്ഥലങ്ങളിലായിരിക്കും, വീട് പണി എല്ലാം കഴിഞ്ഞ് നീറ്റാക്കി ഇട്ടതിന് ശേഷം ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുന്നവരായിരിക്കും. ചിലപ്പോൾ വർക്കൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒന്ന് ഞെട്ടിയ മൊമെൻ്റ് ഒക്കെ ഉണ്ടോ? അയ്യോ, അങ്ങനെ ഞെട്ടുന്ന മൊമെൻ്റേ ഉള്ളൂ എൻ്റെ ലൈഫിൽ. ഞാനിപ്പം ചെയ്യുന്ന വീടുകളൊന്നും ഞാനിപ്പം വളരെ കുറച്ച്, ഇപ്പം ഞാനൊരു 10 വീട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 8 വീട്ടിലും ആളില്ല. എൻ്റെ കസ്റ്റമർ റിവ്യൂ എടുത്ത് നോക്കിയാൽ മതി. ക്ലയൻറ്റ് വന്നിട്ട് ചുറ്റിപ്പോയി. ഇപ്പം ഞാനിപ്പം ഈ തൃശ്ശൂർ ഒരെണ്ണം ചെയ്തു. എല്ലാ ആൾക്കാർ പണ്ടത്തെ ഒരു രീതിയായിരുന്നു, ഇവിടെ വന്ന് നിന്നിട്ട് നമുക്ക് ചെയ്യിപ്പിക്കാമെന്നുള്ളൊരു പണ്ടത്തെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ ആൾക്കാർ വിശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് പറയും വേണു ചെയ്തു. പക്ഷേ ഞാൻ കറക്റ്റ് വോയിസിൽ കൂടെ ഞാൻ വീഡിയോ കോൾ കാണിച്ച് ഞെട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കരഞ്ഞിട്ടുണ്ട് എൻ്റെ മുമ്പേ എന്നിട്ട് വീട്ടിലേക്ക് വന്നു. അത് ഒരു പ്രത്യേക നമുക്കൊരു പ്രചോദനമല്ലേ നമ്മുടെ ലൈഫിൽ അതൊക്കെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ. എൻ്റെ കസ്റ്റമർ റിവ്യൂ നിങ്ങൾ നോക്കും. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ കസ്റ്റമർ റിവ്യൂ ഉള്ളത് എനിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയധികം ഫോളോവേഴ്സും ആ കസ്റ്റമർ നമുക്കിപ്പോൾ പൈസ കൊടുത്ത് പറയിക്കാൻ പറ്റുമോ? ഒരു ക്ലയൻറ്റിനോട് നമുക്ക് പണി കംപ്ലൈൻ്റ് ആക്കിയിട്ട് പറഞ്ഞ് പറയിപ്പിക്കാൻ പറ്റുമോ? എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് നീ പറഞ്ഞ് ചെയ്യിപ്പിക്കുവാന്നൊന്ന്. എങ്ങനെ പറഞ്ഞ് ചെയ്യിക്കാൻ പറ്റും? ക്ലയൻറ്റിനോട് വേണ്ട വീട്ടിൽ വന്ന് ഞാൻ ചെയ്തു. അത് ഏറ്റവും നമ്മൾ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ വെച്ചിട്ട് ഇവിടെ ചെയ്യുന്നൊരു സാധനമാണ്. അറിയാമല്ലോ, പല വർക്കുകളും ചെയ്തിട്ട് കസ്റ്റമർ വളരെയധികം വിഷമിക്കുന്ന ആൾക്കാരുണ്ട് എനിക്കുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെയ്യുന്ന വർക്കുകൾ ഞാൻ പറയാം. ഞാനിപ്പം പറഞ്ഞല്ലോ, കോഴിക്കോട് നിന്നും വെളുപ്പിനെ 4 മണിക്കാണ് എടുത്തുന്നത്. ഞാൻ ഒരാഴ്ചയായി കോഴിക്കോട്, മലപ്പുറം ചെയ്തത്. ഇതൊന്നും ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത വർക്കുകളല്ല, ഓൾറെഡി അവിടെ ചെയ്ത് കുളവാക്കിയ വർക്കുകളാണ്, നശിപ്പിച്ച വർക്കുകളാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാം വേറെ ആൾക്കാർ ചെയ്തിട്ട് തോന്നുന്ന കൂട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വർക്കിൻ്റെ ഏതെങ്കിലും ഞാൻ ചലഞ്ച് ചെയ്യുവാണ്. എൻ്റെ വർക്ക് വീഡിയോയിൽ സാധാരണ നോർമലി നമുക്ക് കാണുമ്പോൾ വർക്ക് ഭയങ്കരമായിട്ടൊക്കെ തോന്നുമല്ലോ. ഏത് ക്ലയൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഡയറക്റ്റ് കൊണ്ടുവന്നിട്ട് ഞാൻ എൻ്റെ സൈറ്റ് കാണിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതിനേക്കാളും 101% നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതാണ് എൻ്റെ ഗ്യാരണ്ടി. അതത്രേ ഉള്ളൂ. എനിക്ക് 100% പറയാൻ പറ്റും. ഓരോ കോർണർ ടു കോർണർ ആയാലും, ഒരു കർവ് ആണെന്നുണ്ടെങ്കിലും ആ കർവ് ചെയ്യുന്ന ആണെങ്കിലും, ഓരോ സ്റ്റോൺ വെക്കുന്നതാണെന്നുണ്ടെങ്കിലും, ഒരു പ്ലാന്റ് ചെയ്യുന്നതിനുള്ള ലൈൻ ആണെന്നുണ്ടെങ്കിലും എല്ലാം ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്യും. പിന്നെ അതുപോലെ ഈ നമുക്ക് നമ്മുടെ ശരീരമായിട്ട് കണക്റ്റഡ് ആണല്ലോ ഈ പാറയൊക്കെ. ഈ മുറ്റത്ത് ഈ കല്ല് വരുമ്പോൾ നമുക്ക് തണുപ്പ് കൂടുതലായിട്ട് പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ ഈ കരിങ്കല്ലിട്ട് കഴിഞ്ഞാൽ? അങ്ങനെ ഒരു ഗുണമുണ്ടോ? എപ്പോഴും നമ്മുടെ സ്ഥലങ്ങൾ പ്രോപ്പറായിട്ട് മണ്ണായിട്ട് തന്നെ കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതലും വരുന്നത്. അപ്പം കാലം മാറി. അപ്പം പണ്ട് ചരലിലൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം സത്യം പറഞ്ഞാൽ കള പറിക്കാൻ പോലും മെയിൻ്റെനൻസ് ചെയ്യാൻ പോലും ആൾക്കാരെ കിട്ടുന്നില്ല. അപ്പോൾ സ്റ്റോണും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇൻ്റർലോക്കും സ്റ്റോണും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ്റർലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ചൂട് കൂടി നല്ല ഇതായി കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി ഭയങ്കരമായിട്ട്
കൂടുതലാണ്. ഇൻ്റർലോക്ക് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ചൂട് പോയെന്ന് പറഞ്ഞാലും ഈ ഹീറ്റിങ് മാറത്തില്ല, ഇങ്ങനെ നിൽക്കും. സ്റ്റോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റോൺ പെട്ടെന്ന് ചൂടാവും, സെക്കൻഡ്സ് വെച്ച് സ്റ്റോൺ തണുക്കുകയും ചെയ്യും. പെട്ടെന്ന് തണുക്കും, തണുപ്പ് കൂടുതൽ നിൽക്കുകയും ചെയ്യും. തണുപ്പ് നിൽക്കും. ചൂടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പെട്ടെന്ന് തണുക്കും. പക്ഷേ മറ്റേത് നമ്മളിപ്പോൾ ഒരു ടെറസിൻ്റെ മണ്ടയ്ക്ക് കയറി നമുക്ക് ആ ചൂട് എത്ര സമയം വരെ, രാവിലെ വരെ നിൽക്കത്തില്ല, നമുക്ക് ചൂടായിട്ട് നിൽക്കും. അതാണ് ആ ഇൻ്റർലോക്ക് ബ്രിക്ക് ഇതും തമ്മിലുള്ള. പിന്നെ ഞാൻ ഇപ്പോൾ കുറേ കാലങ്ങൾ കഴിഞ്ഞാൽ എനിക്കത് അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. കുറേ വെയിലടിച്ച് ക്ലൈമറ്റുകൾ പലവിധം മഴയും ഇതൊക്കെ മാറി മാറി വന്ന് കുറേ നാൾ കഴിയുമ്പോൾ ഇത് ഡാമേജ് ആവുക, പൊട്ടുക, അങ്ങനെ എന്തെങ്കിലും ചാൻസസ് ഉണ്ടോ ഇതിന്? പറയാം. സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ടൊരു സാധനമില്ലല്ലോ, നമ്മുടെ ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് പോളിഷിംഗ് ഇല്ല, പോളിഷ് ചെയ്യുന്നില്ല, കട്ട് ചെയ്ത് ഒരു ജസ്റ്റ് ഡയറക്റ്റ് മടയിൽ നിന്ന് കട്ട് ചെയ്യുന്നു വരുന്നു. സ്റ്റോണിന് ഒരു ഡാമേജും ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സാധനം സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതുണ്ടാവും. പക്ഷേ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, സ്റ്റോണുകളുണ്ട് അങ്ങനെ പോകുന്ന കംപ്ലയിൻസ് വരുന്ന സ്റ്റോണുകളുണ്ട്. എസ്പെഷ്യലി പായൽ വരെ പിടിക്കുന്നതിനകത്ത് പ്രത്യേകത വരുന്ന കല്ലുകളുണ്ട്. അപ്പോൾ സ്റ്റോൺ സെലക്ട് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും സ്റ്റോൺ നമ്മൾ പറഞ്ഞില്ല, ആ ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സാധനത്തിനകത്ത് ഒരു കോംപ്രമൈസും എന്നെ സംബന്ധിച്ച് എനിക്കില്ല. ഈ കസ്റ്റമർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പൈസ തന്നിട്ട് നമ്മളൊരു സാധനം ചെയ്യിപ്പിക്കുന്നത് മാത്രമല്ല, അവർക്കൊരു വിശ്വാസം ഒരാളോട് വരുമ്പോഴാണ് അവരുടെ സ്വപ്നത്തിലേക്ക് നമ്മളെ കൂടി പിടിച്ചു കയറ്റുന്നത്. ഇത്ര ആൾക്കാർ കേരളത്തിൽ മൊത്തം നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കണമെങ്കിൽ നിങ്ങളോടൊരു വിശ്വാസം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കേട്ടോ. ഇപ്പം തന്നെ എൻ്റെ ഫോൺ ഇപ്പോൾ എടുത്ത് നോക്കിയാൽ മതി എത്ര കോൾ വന്നിട്ടുണ്ടെന്ന്. അതുപോലെ ആൾക്കാർ വിളിക്കുന്നുണ്ട് എന്നെ അതുപോലെ ഇന്നലെ കുമളിന്നാണെന്നുണ്ടെങ്കിലും കേരളത്തിൻ്റെ ഇപ്പോൾ ഞങ്ങളുടെ പൂനെയിൽ ഒരു പള്ളി ചെയ്തു, ഓർത്തഡോക്സ് ചർച്ച. പൂനെയിലൊക്കെ ഇഷ്ടത്തിന് ആൾക്കാരില്ലേ, എന്നെ വിളിച്ച് ചെയ്യിപ്പിക്കേണ്ട കാര്യമുണ്ടോ? തമിഴ്നാട്ടിൽ ഇപ്പോൾ ഞാൻ ശിവാശി പോയിട്ട് ഇപ്പോൾ ചെയ്തു, ആര്യാസ് ഗ്രൂപ്പിൻ്റെ മുരുകൻ ചേട്ടൻ എന്ന് പറയും, പുള്ളി ചെറിയൊരു സൈറ്റ്. ആ കോവിഡ് സമയത്ത് എടാ ഈ ഒരു 50,000 രൂപയുടെ വർക്കിനകത്ത് എനിക്ക് ഒരു 50,000 രൂപ തന്നെ എന്നെ ചിലവ് ചെന്നിട്ട് കൊണ്ടുപോയി ചെയ്യിപ്പിച്ചു. അതൊക്കെ ഒരു താല്പര്യം, ഇഷ്ടമല്ലേ? അടിപൊളി. അതാണ് നമ്മുടെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. ഇപ്പോഴും അതുപോലെ നിൽക്കുന്ന ഒരാളാണ്. വർക്കും ബന്ധങ്ങളും ഒരേപോലെ കൊണ്ടുവന്ന ഒരാളാണ് നിങ്ങൾ. ഏതൊരു സൈറ്റിൽ നിന്നാണെങ്കിലും എവിടെ നിന്ന് ഇപ്പോൾ വിപിനോടൊക്കെ ചോദിച്ചാൽ വിപി പറയുന്നത് എൻ്റെ ഒരു ബ്രദർ തന്നെയാന്ന് പറയാം, എൻ്റെ മുത്താന്ന് പറയുന്നത്, അങ്ങനെ തന്നെ പറയുന്നത്. ബിപിൻ ചേട്ടൻ അത് 100% എൻ്റെ ക്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ എന്നോട് അതുപോലെ താല്പര്യമുള്ള ആൾക്കാരാണ്. നമ്മുടെ വിജയം എന്തുവാ? അതല്ലേ തീർച്ചയായും. നമ്മളൊരാളെ വെറുപ്പിക്കാതിരിക്കുക. ഇപ്പോൾ ബിപിൻ ചേട്ടനാണെന്നുണ്ടെങ്കിലും എന്തോ പറയുന്നത്, എപ്പോൾ വിളിച്ചെന്ന് പറഞ്ഞാലും ആൻസർ ചെയ്യും. എന്നെ കണ്ട് ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, എന്നെ എന്തുമാത്രം ഞങ്ങൾ അറിഞ്ഞായിരുന്നോ ബാങ്കോക്കിൽ ഇപ്പോൾ പോയി. ഞങ്ങൾ 3 പേര് പോയി. അപ്പം എനിക്ക് ഇത്രയും പൈസ തന്നിട്ട് പുള്ളി എന്നെ കൊണ്ടുപോകേണ്ട കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, എന്തുമാത്രം സന്തോഷമുള്ളതുകൊണ്ടായിരിക്കും നമ്മളെ ആ കൊണ്ടുപോകുന്നത്. അപ്പം ഞങ്ങളെ 3 പേരെ കൊണ്ട് അവിടെ ഇൻറ്റീരിയൽ ചെയ്ത് ടെനി എന്ന് പറഞ്ഞ് എന്നോട് ജോഷിയേട്ടനുണ്ട്, ബിജുചേട്ടൻ്റെ ഏറ്റവും അടുത്ത ആളാണ്, എൻ്റെ അതുപോലെ ഒരു മെയിൻ ആളാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ 3-4 പേരൂടെ പോയി. ബന്ധങ്ങൾ ടിനിച്ചേട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ, ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര സപ്പോർട്ടിങ് ആണ്. സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യം നമ്മൾ അങ്ങോട്ട് കൊടുത്താലേ കിട്ടത്തുള്ളൂ, കൊടുത്താലല്ലേ നമുക്ക് തിരിച്ച് കിട്ടത്തുള്ളൂ. അതെ തന്നെ. ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കാൻ വിട്ടുപോയതാണ്. നമ്മൾ വീടിൻ്റെ മുറ്റത്ത് മരങ്ങൾ ചിലപ്പോൾ അതൊരു ഓർമ്മയായിരിക്കും, ചിലപ്പോൾ നമ്മുടെ അച്ഛൻ നട്ടാവോ, അച്ചാച്ചൻ നട്ടാവോ, അച്ചാച്ചൻ്റെ അച്ഛൻ നട്ടാവോ, കുറേ മരങ്ങളുണ്ടാവും. അതായിരിക്കും നമ്മുടെ ഇത് എൻ്റെ അച്ഛൻ നട്ടൊരു മരം, ഇങ്ങനെ പറയാൻ തന്നെ പലർക്കും അഭിമാനമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കല്ലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തായാലും അതിനൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ എവിടെയൊക്കെയോ ആളുകൾ പറയുന്നുണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾക്ക് തണുപ്പ് കിട്ടില്ല, ഇത് ചിലപ്പോൾ മരത്തിനത് ബാധിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിനോട് എന്താ പറയാനുള്ളത്? അതിലൊരു കാര്യം പറയുന്നത്, നമ്മുടെ എനിക്ക് ഞാൻ പോയതിനകത്ത് ഏറ്റവും കൂടുതൽ മരങ്ങളുള്ളത് മുകേഷ് ഏട്ടൻ്റെ വീട്ടിലാണ്, കൊല്ലത്ത്. വണ്ടി പോലും കയറ്റിയിടാൻ പറ്റത്തില്ല, മാവും പ്ലാവും എന്തുമാത്രം മരങ്ങളുണ്ടെന്ന് അറിയാം അവിടെ. എല്ലാത്തിനെയും നിർത്തിക്കൊണ്ടാണ് ഞാനത് ചെയ്തത്. ഞാനൊരു മരം നിൽപ്പുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാക്സിമം ഒഴിവാക്കാൻ കസ്റ്റമർ പറയും, ക്ലൈൻറ്റ് പറയും കട്ട് ചെയ്ത് കളഞ്ഞോ കുഴപ്പമില്ലെന്ന് പറയും. ഞാൻ അതിനെയൊക്കെ നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം എനിക്ക് അങ്ങനെ ഈ പ്രകൃതിയോട് നമ്മളൊരു ഇത് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യുന്നതിനകത്ത് വലിയ താല്പര്യമില്ല. അതിനെയൊക്കെ നിർത്തിക്കൊണ്ട് ചെയ്യുന്നതല്ലേ അതിൻ്റെ വൃത്തി. ഒരു സാധനം നശിപ്പിച്ചിട്ട് പിന്നെ അവിടെ കൊണ്ട് എത്ര ഭംഗി കൊണ്ടുവന്ന കാര്യമില്ല. എൻ്റെ വർക്കിനകത്ത് നോക്കിയാൽ മതി, ഇഷ്ടത്തിന് മരങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഒന്നിനും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാകത്തില്ല. വളരെയധികം നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് ഒട്ടും ഒക്കത്തില്ലെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിനെ ഒഴിവാക്കത്തുള്ളൂ. ഈ ഇതൊക്കെ ചെയ്തിട്ട് മുകേഷിൻ്റെ ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം വെച്ചാൽ അവർ നേരത്തെ കിടന്ന രീതി അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളത് ഇത് ചിന്തിക്കാൻ പറ്റത്തില്ല. ഭയങ്കര അതിന് റിവ്യൂ തന്നിട്ടുണ്ടല്ലോ മുകേഷനൊക്കെ. മുകേഷണ്ണ ഇല്ലായിരുന്നു, പെങ്ങളുണ്ടായിരുന്നു മുകേഷേട്ടൻ്റെ, സന്ധ്യാമാമ എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. ഇനി മറക്കാൻ പറ്റാത്ത ഒരു കസ്റ്റമർ റെസ്പോൺസ് എന്താണ്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വന്ന് ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞില്ലേ, ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത, അതൊരു മുമ്പോട്ട് ഒരു എനർജി കിട്ടിയ കുറേ അനുഭവങ്ങളുണ്ടാവും, ഒരെണ്ണം പറയാമോ?
എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുത്തു പറയുമ്പോൾ ഇതല്ല എനിക്ക്. അതൊരു ഡോക്ടറുടെ വർക്ക് ഞാൻ ചെയ്തു ദുബൈയിലുള്ള തുമ്പൈ ഹോസ്പിറ്റൽ, സതീഷ് എന്ന പേര്. ഡോക്ടർ ഇവിടെ കോഴഞ്ചേരി തെക്കേമലയില്ല, പത്തനംതിട്ട. ഡോക്ടർ എല്ലാം ഫോണിൽ കൂടെ സംസാരിച്ചല്ലേ. അപ്പം എൻ്റെ ക്ലയൻറ്റിൻ്റെ ഒരു പ്രത്യേകത അറിയോ, ഒന്നും നോ ഇല്ല, എല്ലാം എസ് വെച്ച് എസ് ചെയ്തോളാൻ പറയും. ഒരു ടൈം കഴിയുമ്പോഴത്തേനും നമ്മുടെ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു ടൈം കഴിയുമ്പോൾ അവർക്ക് എന്നോടുള്ളൊരു വിശ്വാസം വീണ്ടും കൂടുക. അപ്പോൾ അത് ഭയങ്കര ടാലൻ്റാണ് നമുക്ക്. കാരണം വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലയൻറ്റ് നമ്മളെ കൂടുതൽ ഏൽപ്പിക്കുമ്പോൾ അത് വേണു ചെയ്തോ. ഇപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ചെയ്യുമ്പോൾ ചേട്ടന് ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്തു വരുമ്പോൾ അത് താല്പര്യമുണ്ട്. അത് ചെയ്തു വരുമ്പോൾ എനിക്കത് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും വലിയൊരു പ്രശ്നം വരത്തില്ല. കാരണം നമ്മുടെ താല്പര്യം അനുസരിച്ചാണ് ചെയ്തത്. എൻ്റെ വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കോഴിക്കോട് പോയി, ഇക്ക വരും, അലീക്ക വരും, കാണും, ഒന്നും പറയത്തില്ല, ഒരു അഭിപ്രായമില്ല പുള്ളിക്ക്. ഞാൻ ചോദിച്ചവിടെ ഊഞ്ഞാൽ ഇതാ എൻ്റെ അവിടെ സൂപ്പർവൈസർ ഉണ്ടായിരുന്നു, ജിജോ എന്ന് പറയും. ജിജോ അവിടെ നിന്നിട്ട് ചോദിച്ചു, ഇക്ക എങ്ങനെയുണ്ട് ഇത്? ഒന്നുമില്ല, ഒന്നും പറയണ്ട, വേണുവിൻ്റെ ഇഷ്ടമാണ്, ഞാൻ ഒരു അഭിപ്രായമില്ല, വൈഫാണെന്നുണ്ട്. ഇതുപോലെ എൻ്റെ ക്ലയൻ്റ് എല്ലാം ഒരു 90% ക്ലയൻറ്റ് ഇതുപോലെ തന്നെ. ഞാനൊരു സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് പിന്നെ ഒരു മറുപടിയില്ല. അത് ശരിക്കും നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഒരാൾ നമ്മളെ അതുപോലെ വിശ്വസിക്കുവാണ്. ആ റിസൾട്ട് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. തീർച്ചയായിട്ടും. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ നിൽക്കും, ഫ്ലാറ്റുകൾ ചെയ്യും. ഞാനിപ്പം തൃശ്ശൂർ വരടിയത്ത് സെപ്റ്റി ടാങ്ക് എല്ലാം കിടക്കുന്ന സാധനമാണ്. അപ്പം അതിൻ്റെ ആ ഫ്ലാറ്റിൻ്റെ സെപ്റ്റി ടാങ്കിൻ്റെ മണ്ടയ്ക്കെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് ചെയ്ത് കൊടുത്തു. ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ ചെറിയ വില്ലകളുണ്ടെന്നുണ്ടെങ്കിലോ ഫ്ലാറ്റ് ഉണ്ടെങ്കിലോ എനിക്കിപ്പം ഭയങ്കര 10,000 സ്ക്വയർ ഫീറ്റോ 20,000 സ്ക്വയർ ഫീറ്റോ ഒന്നും വേണമെന്നൊന്നുമില്ല. ചെറിയൊരു സ്ഥലം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നമ്മൾ കാണിക്കേണ്ട മാജിക്ക് അതിൻ്റെ അത് കാണിക്കും. കുറച്ച് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ പറയുക, ഇപ്പം എല്ലാവർക്കും സന്തോഷം കിട്ടുന്നതാണ് ഈ പറയുന്ന നമ്മുടെ വീടാണല്ലോ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തർ ആഗ്രഹിക്കുന്നത്. അനുഭവങ്ങൾ ഇതുപോലെ ഒരുപാടുണ്ടാവും. ഞാൻ അതുപോലെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പോൾ ഈ നമ്മൾ ഈ സ്റ്റോണെല്ലാം വെക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ ഗ്രാസ് നല്ല പുല്ലുകൾ നമ്മൾ നട്ട് വളർത്തുന്നുണ്ട്, ആർട്ടിഫിഷ്യലായിട്ടും വരുന്നുണ്ട്. ഈ ആർട്ടിഫിഷ്യലായിട്ട് വരുന്ന ഗ്രാസിൽ തന്നെ പല പല ക്വാളിറ്റീസ് ഉണ്ട്. ചിലർ പറയും ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചാൾ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ പോകും, അല്ലെങ്കിൽ ഇത് പറഞ്ഞു പോകും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ നല്ല ക്വാളിറ്റികൾ വരുന്നില്ലേ? ഷുവറുണ്ട്. ഒരിക്കലും ഡാമേജ് ആവാത്ത രീതിയിലുള്ള നല്ല ക്വാളിറ്റി വരുന്നില്ലേ? 100% ഉണ്ട്. ഗ്രാസ് ഇപ്പം വിപണിയിലെല്ലാം അവൈലബിൾ അല്ലേ. ഇപ്പം ലോക്കലായിട്ട് കിട്ടുന്ന സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഈ കോമ്പറ്റീഷൻ ഞാൻ പറഞ്ഞു വന്നത്, ഈ കോമ്പറ്റീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ കോമ്പറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 5 വർക്ക് എടുത്തിട്ട് 5 കൊട്ടേഷൻ എടുത്തിട്ട് 6ാമത്തെ ഒരാൾക്ക് കൊട്ടേഷൻ ഏറ്റവും ലോ കൊട്ടേഷനിൽ കൊടുക്കുമ്പോഴത്തേന് വരുന്നൊരു പ്രശ്നം, അവരത് ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്കൊരു ലാഭത്തിന് വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നതിന്, നമുക്കൊരു പ്രോഫിറ്റ് കിട്ടണമല്ലോ അതിൽ നിന്ന്. ആ പ്രോഫിറ്റ് കിട്ടാതെ ഒരാൾ ചെയ്യുമോ? ആരെങ്കിലും ചെയ്യുമോ? ഇപ്പം ഞാനൊരു റേറ്റ് കൊടുക്കുന്നു, 5 പേരാണെങ്കിൽ എടുക്കുമ്പോൾ അവൻ താത്ത് കൊടുക്കുന്ന ഏറ്റവും ലോ കോസ്റ്റിലുള്ളവന് റേറ്റ് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവൻ അതിൻ്റെ വരുന്നൊരു കുഴപ്പമെന്ന് വെച്ചാൽ സിമെൻറ്റ് കുറയ്ക്കും, ഇടുന്ന മെറ്റീരിയലിൻ്റെ തിക്നെസ്സുകൾ കുറയ്ക്കും, ഉപയോഗിക്കുന്ന സ്റ്റോണിൻ്റെ ക്വാളിറ്റി കുറയ്ക്കും, ഗ്രാസിൻ്റെ ക്വാളിറ്റി വേരിയേഷൻ വരത്തില്ലേ. ഗ്രാസിനകത്ത് ഒത്തിരി വേരിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ വിപണിയിൽ ഇപ്പം 20 രൂപ മുതൽ കിട്ടുന്ന ഗ്രാസുകളുണ്ട്. ചെയ്തുകൂടെ? എനിക്ക് പറയാൻ പറ്റുന്നത് പറഞ്ഞാൽ എൻ്റെ ഗ്രാസ് എന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലെ സ്ക്വയർ ഫീറ്റ് കണക്കിന് ചെയ്യുന്ന. അപ്പോൾ ഞാൻ തൃശ്ശൂർ ഇപ്പോൾ ഒരു വർക്ക് ചെയ്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7,000 സ്ക്വയർ ഫീറ്റ് ആർട്ടിഫിഷ്യൽ മാത്രം. ഒരു ഡോക്ടറുടെ വീട് ഇപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് 4,000 സ്ക്വയർ ഫീറ്റ്. ചില്ലറ ഏരിയ ഒന്നും അല്ല, അത്യാവശ്യം അത്രയും ഏരിയക്കകത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ നാലേച്ച് അങ്ങനെ ഒരു ക്വാളിറ്റി കുറഞ്ഞ സാധനം കൊണ്ടിടാൻ പറ്റും. തീർച്ചയായിട്ടും. നമ്മുടെ ആ വർക്കിൻ്റെ എൻ്റെ 10 വർഷം മുമ്പേ ഇട്ടേക്കുന്ന ഗ്രാസ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് വന്ന് ഞാൻ കാണിച്ചു തരാം. 1 വർഷം മുമ്പേ ഇട്ടേക്കുന്ന ഗ്രാസ് കാണിച്ചു തരാം. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ കൂടെ പഠിച്ചൊരു എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ അവന് കണ്ണൂരിൽ നിന്ന് കണ്ട റേറ്റിൻ്റെ വേരിയേഷൻ വന്നിട്ട് എനിക്ക് വർക്ക് തന്നില്ല. ഞാൻ ചോദിച്ചില്ല, എനിക്ക് തന്നില്ല. അത്രയും അറിയാവുന്ന ഒരാളെ കൊടുത്തു. 1.5 വർഷമായുള്ളൂ ചേട്ടാ, ഗ്രാസ് മൊത്തം പൊടിഞ്ഞു പോയി. അതിൻ്റെ ഇരട്ടി വന്നിട്ട് ഇപ്പോൾ എന്നെയും കൊണ്ട് ചെയ്യിപ്പിച്ചത്. അത് മൊത്തം ഞാൻ ഇടിച്ച് അത് കല്ലിളക്കിയപ്പോൾ എന്തുവാ, ഈ കല്ലിളക്കിയപ്പോഴത്തേന് സിമെൻറ്റ് പോലും നല്ലപോലെ ഇട്ടിട്ടില്ല, പ്രോപ്പറായിട്ട് ഇട്ടിട്ടില്ല. ചുമ്മാ ഇങ്ങനെ കുഴച്ച് വാരി ഇട്ടു. അതുകൊണ്ടിപ്പോൾ ഞാൻ ഈ മലപ്പുറത്ത് പോയേക്കുന്ന വർക്ക് കണ്ടു നോക്കിയാൽ മതി. ഗ്രാസ് ഇളക്കുമ്പോഴത്തേന് അതിൻ്റെ കൂടുതൽ സിമെൻറ്റ് ഇളകി വരിക. ഇങ്ങനെയൊക്കെ ഒത്തിരി പേർക്ക് കുറേ. ഞാനിപ്പം ഈ കോഴിക്കോട് പോയേക്കുന്ന ഇവിടെ അപ്പുറത്തൊരു വീടുണ്ട്, അനിയൻ്റെ വീടങ്ങനെ. ആ ഫോട്ടോ ചെയ്യുമ്പോൾ താന്തൂർ സ്റ്റോൺ ഇട്ടേക്കും. ഭയങ്കര അതുപോലെ കാശ് മുടക്കി വെച്ചേക്കുന്നത് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുന്നൊരു വീടാണ്. ലാൻഡ്സ്കേപ്പ് ചെയ്തേക്കുന്ന ഏറ്റവും കുറഞ്ഞ സ്റ്റോൺ ഇട്ടിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു കാര്യം കൂടി, നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് ഇപ്പോൾ വീട്ടു സാധനങ്ങൾ മാറ്റാനോ എന്തിനേലൊക്കെ ആയിട്ടും ട്രക്കുകളൊക്കെ കയറേണ്ട ഒരു അവസ്ഥകൾ ഇപ്പോൾ പല വീടുകളിലും വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ കല്ലുകളിൽ
വെയിറ്റുള്ള വാഹനങ്ങൾ വരുമ്പോൾ താന്നു പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതും ഇതിനകത്തൊരു മെയിൻ കാര്യമാണ്. നമ്മളിപ്പം പത്തനംതിട്ട ഇപ്പോൾ ഒരു സൈറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ചെയ്യുന്നത് 10,000 സ്ക്വയർ ഫീറ്റാണ്. ആ 10,000 സ്ക്വയർ ഫീറ്റ് അവർ ചെയ്യിച്ചിട്ട് 3 വർഷം കൊണ്ടായുള്ളൂ, മൊത്തം പൊട്ടിപ്പോയി. ഇത് ബേസ് നമ്മൾ ചെയ്യുന്നൊരു അടിത്തറ കറക്റ്റ് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ വലിയൊരു മാളിക പോലെ കെട്ടി ബേസ് കറക്റ്റ് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തോ മാളിക കെട്ടിയിട്ട് കാര്യമില്ല. എപ്പോഴും പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യേണ്ട ആ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ ആ പ്രോപ്പറായിട്ട് ആ സംഭവം ചെയ്യണം. ചെയ്താലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുള്ളൂ. ഇതിനകത്തിലെല്ലാം വരുന്നൊരു ഘടകം ഇത്രയേ ഉള്ളൂ. ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോമ്പറ്റ് ചെയ്ത് വർക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ അതിൽ ഒത്തിരി കോംപ്രമൈസിങ് ഉണ്ടാവും. ഓക്കെ ഓക്കെ. നല്ല റേറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത, ഇപ്പം മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര റേറ്റ് ഒന്നുമല്ല. എല്ലാവരും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. എൻ്റെ ഭയങ്കര റേറ്റ് ഒന്നുമല്ല. ഞാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെയും എൻ്റെ വർക്കേഴ്സിൻ്റെ ആ ഒരു റേറ്റും കാര്യങ്ങളും വരുമ്പോഴത്തേന് ചെറിയ വേരിയേഷൻസ് വരും. പക്ഷേ ആ ക്വാളിറ്റി ഉണ്ടാവും. നമ്മൾ ലൈഫ് ടൈം നമ്മുടെ ഒരു കെയറും ഉണ്ടാവും. യെസ്, 101% ലൈഫ് ടൈം കെയർ ഉണ്ടായിരിക്കും. അത് എൻ്റെ വർക്ക് ചെയ്തേക്കുന്നത് എൻ്റെ ക്ലയൻറ്റിന് അറിയാം. എന്തായാലും അടിപൊളി, എല്ലാം നന്നായിരിക്കട്ടെ. എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഭക്ഷണം പോലും കഴിക്കാൻ നേരത്തിന് പറ്റാതിരുന്നൊരു കാലത്ത് പലരും നമ്മുടെ ചുറ്റുനിന്ന് വിട്ടുപോയിട്ട് അവിടെ നമ്മൾ എത്തിയിരിക്കുന്നത് നല്ലൊരു ബിസിനസ്മാൻ മാത്രമല്ല, നല്ലൊരു മനുഷ്യൻ കൂടിയാണ് നിങ്ങൾ. എന്തായാലും നിങ്ങളുടെ സേവനം എന്തായാലും എല്ലായിടത്തും എത്തണം. ഈ ഇൻ്റർവ്യൂ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇത് ജെനുവിനാണ്. ഇനി കൂടുതൽ അന്വേഷിക്കൊന്നും വേണ്ട, ആവശ്യമുള്ളത് നിങ്ങളെ വിളിച്ചിരിക്കും. എന്തായാലും ഇപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് കസ്റ്റമർ നിങ്ങൾ വിടാത്തത്. ഈ ഒരു ജെനുവിനിറ്റി തന്നെയാണ്. എന്തായാലും ഇത് നിങ്ങളുടെ വർക്കിലും ഉണ്ട്. നന്നായിരിക്കട്ടെ. ലോകം മൊത്തം നിങ്ങളുടെ സേവനം എത്തട്ടെ. എല്ലാവിധ ആശംസകളും. തീർച്ചയായും. താങ്ക് യു. ഓക്കെ.